MCFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മൾ ഇവിടെ ഒരു വില്ലേജറിൻ്റെ വീട്ടിലാണ് വന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു വീടുണ്ടാക്കാൻ പോവാണ്. അതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് കട്ടിൽ പൊട്ടിച്ച് റീസ്പോൺ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റീസ്പോൺ കളയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് പോട്ടെ. ഓക്കെ, കണ്ടോ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു പൊള്ളി വില്ലേജ് ഉണ്ട്. ഇവന്മാരെ വെറുതെ തുറന്നു വിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയാണ്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അവന്മാരെ തുറന്നു വിട്ട്. നമുക്ക് അവിടുത്തെ വില്ലേജിലേക്ക് ഒന്ന് പോയി നോക്കാം. അവരവിടെ ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടം വരെ എത്തി ഗൈസ് അവന്മാർ. അവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഓ ഗൈസ്, ഫോളോ ചെയ്യുന്നുണ്ട് ഗൈസ്. അവന്മാരെ ഫുള്ള് തീർക്കണം ഗൈസ്. ഇല്ല ഗൈസ്, തീർക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഗൈസ്. നമ്മളെന്തായാലും ഈ വില്ലേജിൽ സ്ഥിരമാക്കാൻ പോകില്ല. നമുക്കൊരു ജസ്റ്റ് വില്ലേജ് കിട്ടി, അത്രേ ഉള്ളൂ. ഈ വില്ലേജ് പിന്നെ വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു പിങ്ക് കളറായിട്ട്. പിന്നെ ഞാൻ അയങ്കോളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. പക്ഷെ അവിടെ സേഫ് ആയിരിക്കും നമ്മൾ. വാടാ, വല്ല വില്ലേജറുണ്ടേ വാടാ. ഇപ്പം നമ്മളൊരു വില്ലേജറിനും വേണ്ടാന്ന്. നല്ല വില്ലേജാണെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് കണ്ടിട്ട് വലിയ ഗുമ്മൊന്നുമില്ല, സാധാ വില്ലേജ് തന്നെയാണ്. നമ്മൾ വീട് പണിക്കാണ് വന്നേക്കുന്നത്. നമ്മൾ ഈ പ്രാവശ്യം വീട് പണി തന്നെ തുടരും. അല്ലാണ്ട് നമ്മൾ ഇപ്രാവശ്യവും ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് കാണുമായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചേനെ. ഞാൻ അവിടെ മാത്രം ശ്രദ്ധിച്ചോളൂ, അതിൻ്റെ ഉള്ളിൽ കയറാൻ മാത്രം കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രദ്ധിച്ചോളൂ. ഗൈസ് കണ്ടോ ഗൈസ്, ഇവന്മാരെന്നെ തീർക്കുന്നു. വാ 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 അയങ്കോളം വാ. അയങ്കോളം നീ എന്ത് കാണിക്കും അവിടെ? അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും റീസ്പോൺ പൊട്ടിച്ചിട്ട് ചാവാൻ പോവാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ വീട് പണി തുടങ്ങുകയാണ്. നമ്മുടെ ആ പിങ്ക് വീടിൻ്റെ അവിടെയാണ് നമ്മൾ വീട് പണി എടുക്കുന്നത്. ഇവിടെ ഒരു അയങ്കോളത്തിന് കണ്ടോ, എല്ലാം അങ്ങോട്ട് ഓടി. ഇവനെ നമുക്ക് തീരണം. നമ്മളെന്തായാലും നമ്മുടെ പഴയ പിങ്ക് വീടിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, എന്തായാലും നമ്മൾ എത്തിയപ്പോൾ തന്നെ നൈറ്റായി. എന്തായാലും ഒന്ന് കിടന്നുറങ്ങട്ടെ. എന്നിട്ട് നമ്മുടെ വീട് പണി നമ്മളങ്ങ് തുടങ്ങുന്നതാണ് ഗൈസ്. നമ്മൾ ഈ കല്ല് അല്ല, ഈ കട്ടിൽ ഇവിടെ വെക്കുന്നതാണ്. ഇവിടെ വെക്കുക. ഇവിടെ നമ്മുടെ വീടിൻ്റെ സ്ഥലം വരുന്നുണ്ട്. റീസ്പോൺ സെറ്റ് ചെയ്തൊക്കെ, അല്ലെങ്കിൽ മഞ്ഞുമലേൻ്റെ അവിടെ നിന്ന് വീണ്ടും ഇവിടം വരെ ഓടി വരട്ടെ. എന്തായാലും നമ്മൾ നമ്മുടെ വീടിനുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. കുറേ സാധനമൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. ഞാൻ എന്തായാലും വീട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഞാൻ വീടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീടുണ്ടാക്കിയിട്ട് ആ റെക്കോർഡ് എന്തോ ആയിപ്പോയി, പിന്നെ അത് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും അത് പൊളിച്ചിട്ട് വീണ്ടും ഉണ്ടാക്കുന്നത്. ഇവിടെ നിന്ന് വീടിൻ്റെ സാധനങ്ങളെല്ലാം പുറത്താണ്. ആ റിവ്യൂ കണ്ടല്ല, അതിൻ്റെ ഫ്ലാഷ് ബാക്കായിട്ട് എനിക്ക് കുറച്ച് വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. ആ എപ്പിസോഡ് കാണാത്തവരാന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം. ചെറിയൊരു ക്ലിപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. എൻ്റെ വീടിൻ്റെ വീഡിയോ പണീൻ്റെ എല്ലാം ഇവിടുത്തെ കല്ലെടുക്കുന്നതും ഇതൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രമുള്ളൂ എൻ്റെ അടുത്ത്. എന്താണെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം പോയി. ഇത്ര സാധനം നമുക്ക് വേണ്ടതുള്ളൂ. ഇത്ര സാധനങ്ങൾ നമ്മുടെ വീടിന് നമുക്ക് ആവശ്യമുള്ളൂ. കണ്ടോ, ഇത്ര സാധനങ്ങൾ വെച്ച് നമ്മളൊരു വെമ്പോളം വീട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഫ്യൂച്ചറിസ്റ്റിക് വീടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഓവർ ഫ്യൂച്ചറിസ്റ്റിക് ഒന്നുമല്ല, എന്നാലും ചെറിയൊരു ഫ്യൂച്ചറിസ്റ്റിക്. എന്തായാലും ഇവിടുന്ന് ഇങ്ങ് വരെ കൊടുക്കാം. കണ്ടോ, ഇവിടെ 2 കെട്ട, അവിടുന്ന് 1 കെട്ട. എന്താ ഞാൻ കൊടുക്കുന്നത്? ഫസ്റ്റ് തന്നെ കോളാക്കുവാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് കല്ല് ഇങ്ങോട്ട് പോകണം. എന്നിട്ടും കളട്ടായില്ല, വാങ്ങിയിട്ട്. പിന്നെ ഇവിടെ 2 കെട്ട വ്യത്യാസത്തിന് ഇവിടെ വന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ 2 കെട്ട വ്യത്യാസത്തിന് ഇവിടെ വന്ന്. ഇത്ര സ്പേസ് അല്ല നമുക്കുണ്ടായത്. ഇത്ര നീട്ടവും വേണ്ടായിരുന്നു തോന്നുന്നു. നോക്കട്ടെ, ഞാനെന്തായാലും ഇതിൻ്റെ അടിത്തറ ഉണ്ടാക്കിയിട്ട് കാണിക്കും. ഓവർ ലെങ്ത് ആക്കുന്നില്ല, സ്റ്റോറേജ് കുറവാണ്. ഇതിൻ്റെ
പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം എൻ്റെ ക്രാഷ് ആയത് ഗെയിം ഇടയ്ക്ക് ക്രാഷ് ആയിപ്പോയി. അതെന്താണെന്ന് ചോദിച്ചാൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ബ്ലോക്ക് വെക്കുന്ന എല്ലാത്തിനും അതിനകത്ത് സ്റ്റോറേജ് അലോ ചെയ്ത് കൊടുക്കണം. അലോ ചെയ്ത് കൊടുത്തായിരുന്നു, പക്ഷെ എന്നാലും ഈ ലെവലിലല്ല വേണ്ടേ, ഈ ലെവലിലാണ് ഇതങ്ങ് വിളിച്ചതാണ്. അലോ ചെയ്ത് കൊടുത്തായിരുന്നു, പക്ഷെ അലോ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഇതൊന്ന് ഡിലീറ്റാക്കി, ആവശ്യമില്ലാത്തെല്ലാം ഡിലീറ്റാക്കി, ഗെയിംസ് ആവശ്യമില്ലാത്തെല്ലാം ഡിലീറ്റാക്കിയിട്ട് കുറച്ച് സ്റ്റോറേജ് ആക്കിയിട്ട് ഞാൻ ഇപ്രാവശ്യം വന്നത്. ഞാൻ അടിത്തറ ഉണ്ടാക്കിയിട്ട് കാണിച്ചില്ല. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടിത്തറ വരുന്നത്. അടിത്തറ ഇങ്ങനെയാണ് വരുന്നത്, നോക്കട്ടെ കറക്റ്റ്. നമ്മൾ ഇവിടെ 4 വെക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് 2 3 4 വെക്കുന്നു, ഇവിടെ ഒന്ന്, പിന്നെ അവിടെ 3 വരുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ 6 1 2 3 4 5, 1 2 3 4 5 6. അപ്പോൾ അടിത്തറ ഇങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെയർ പൊട്ടിച്ചോളാം. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിവിടെ 2 ഡോറ് വെക്കാൻ പറ്റും. പിന്നെ അങ്ങോട്ടൊരു ഇത് എക്സ്ട്രാ ആയിപ്പോൾ ഒരു കല്ല് നമ്മളിവിടെ നേരെ പൊടിച്ചോളാണ്. ഇത്ര വേണ്ടുള്ളൂ നമുക്ക്, ഈ കല്ല് വേണ്ട, ഇത്ര വേണ്ടുള്ളൂ. പുറകോട്ട് ഇത്ര വേണ്ടുള്ളൂ, പുറകോട്ട് എത്ര ആയാലും ഒരു സീനുമില്ല. പിന്നെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല, അതാണ് അതിൻ്റെ ഹൈലൈറ്റ് തോന്നുന്നു. ആണോ? അല്ല, ഞാൻ ഉണ്ടാക്കിയത് മറന്നു. ഞാൻ ഉണ്ടാക്കിയ എങ്ങനെയായിരുന്നു ഓർമ്മയില്ല. ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കുന്നത്. എന്തായാലും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ കയറി നോക്കണം. നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റാക്കൊക്കെ കഴിഞ്ഞു. ഇതെന്താ ഇത്ര തീരുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ വേറെ പെട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ടോയെന്നും അറിയില്ല. കണ്ടോ, 2 3 4 സ്റ്റാക്കിൻ്റെ അടുത്ത് നമ്മളെടുത്ത് തീർന്നു. കട്ട ഫുള്ള് തീർന്നു. കണ്ട, ഈ കട്ട തീർന്നു. 15 കൂടിയുള്ളതെന്ന് തോന്നുന്നു. നോക്കട്ടെ. അതിന് 15 കൂടി ഉള്ളൂ, ബാക്കിയൊക്കെയാണ്. ബാക്കി ഇനി ഇത് ആവശ്യമുള്ളൂ. ഇല്ല, ഒരു സ്റ്റാക്കും കൂടി ഉണ്ട്. അതിൻ്റെ ഒരു കട്ട ഒരു സ്റ്റാക്കും കൂടി ഉണ്ട്. പിന്നെ പകുതി മുക്കാൽ ഭാഗവും നമ്മൾ ഈ കല്ല് വെച്ച് തന്നെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് വെക്കും, എന്നിട്ട് ഒന്നുകൂടി ഇതിൻ്റെ മുകളിൽ വെക്കും, എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കും. ഈ കല്ല് ഞാനിങ്ങനെ ചുറ്റിന് കൊടുക്കും. എന്നിട്ട് കാണിച്ചു തരാം. ഇത്ര കൊടുക്കും, എന്നിട്ട് ഇവിടെയും കൂടി കൊടുക്കും. അതിന് അടിയിലേക്ക് വെക്കില്ല, എയറിൽ നിൽക്കുന്ന വീട് പോലെ തോന്നണം. അതിനായിട്ട് നമ്മളിങ്ങനെ എയർ നിർത്തണം. അവിടുത്തെ ആ ഒരു കല്ലങ്ങ് പൊട്ടിച്ചോളാം. എന്തായാലും ഞാൻ ചുറ്റിനും ആക്കിയിട്ട് കാണിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നുണ്ടോ, ഈ ഒരു ലെയറിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഫുള്ളി കട്ട വെച്ച് മറയ്ക്കും. ഈ കട്ട ഞാൻ തോന്നുന്നു ഇവിടെ വെക്കുന്നത്, കറക്റ്റ് അറിയില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഫുള്ളാക്കും. എന്നിട്ട് ഇവിടെയും മേളിൽ ഫുള്ളാക്കിയിട്ട് 2 നില വീടാണ്. 2 നിലയിലാക്കി ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കും. എന്തായാലും നൈറ്റായി, നൈറ്റ് ആവാറായി. അതിന് കട്ടിലകത്തോണ്ട് റീസ്പോൺ സെറ്റ് ചെയ്യട്ടെ. അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് എവിടെ ഇതൊന്നും റീസ്പോൺ സെറ്റ് ആവാത്ത. നമ്മുടെ വീട്ടിൽ പെട്ടിയിൽ വേറെ എവിടെയെങ്കിലും അത് വെച്ചിട്ടുണ്ടോ നോക്കണം. കല്ല് ഉള്ളത്തെ പെട്ടിയിലില്ല, പുറത്തെ പെട്ടിയിൽ ഉണ്ടാവാൻ ചാൻസ്. നമ്മൾ പുറത്തെ പെട്ടിയിലാണ് വെക്കുന്നതെല്ലാം. വീടിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പുറത്തെ പെട്ടിയിൽ വെച്ചിട്ടില്ല. പിന്നെ ഇതിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഉരുക്കാൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ഉള്ളിലും ഇല്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ച് തന്നെ മേളിൽ സെറ്റ് ചെയ്യേണ്ടി വരും. മറ്റേ 2 കണ്ടോ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് എന്തോ ആണ്. രാവിലെ ആക്കിയിട്ട് അതിൻ്റെ റൂഫും കൂടി സെറ്റ് ചെയ്തിട്ടില്ല. കിടന്നുറങ്ങി രാവിലെ ആക്കിയിട്ട് അതിൻ്റെ റൂഫും കൂടി സെറ്റ് ചെയ്തിട്ട് ഈ റൂഫൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ് നമ്മളെന്തായാലും അതിൻ്റെ റൂഫ് സെറ്റ് ചെയ്യുന്നുണ്ട്.
സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് മേലോട്ട് വെക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് വെക്കുന്നത് വെച്ചാൽ ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് വെച്ച് ഇവിടെ ഒരു കല്ല് വെച്ച് വടിയത്തെ കല്ല് പൊട്ടിച്ചളയും. ഇവിടുത്തെ കയറി പോകാനായിട്ട് ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് വെക്കുന്നത്. ഇത്ര അടുത്ത് നോക്കണ്ട, കുറച്ചുകൂടി പുറകോട്ട് വെക്കാം. പട്ട വെക്കാം. ഇവിടെ വെക്കുന്ന എന്താണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് സ്പേസ് കിട്ടും. നമ്മളവിടെ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ മേളിലും കൂടി ഒന്ന് വെക്കണം. നമുക്ക് മേലോട്ട് സുഖമായിട്ട് കയറി വരാം. പിന്നെ ഇവിടെയും പൊട്ടിക്കണം, ഇവിടെയും സ്റ്റെപ്പാക്കണം. ഒരു വൈബ് ഉണ്ടാവില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് കല്ല് വെക്കണം. ഇവിടെ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. അവിടെ ഡിസൈനിൽ ഇരിക്കുന്നുണ്ട്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇത് ബാക്കി പണി നോക്കാം. മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മളടുത്ത് ഇത് തികയില്ല എന്നാണ്. കല്ല് തികയില്ല, അത് ഭയങ്കര പണി. ഈ കല്ലുണ്ടാക്കാൻ തന്നെ ഞാൻ കുറേ പണിപ്പെട്ടു. എന്തായാലും ഇത് ഇങ്ങനെ ചുറ്റിനും ആക്കണം 2 വീതം. അതെന്തായാലും ആക്കിയിട്ട് കാണിച്ചുതരാം. നമ്മൾ ഇത്രയാണ് സെറ്റാക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ വീടിൻ്റെ ഇത് വരുന്നത്. ഇവിടെ ഇങ്ങനെയല്ല, ഇവിടെ ഇങ്ങനെയാണ് വെച്ചത്. അളവ് നോക്കാൻ കറക്റ്റ് വെച്ചതാണ്. ഇവിടെ പിന്നെ ബാൽക്കണി ഉണ്ട്, അതാണ് ഇങ്ങനെ മുമ്പോട്ട് കൊടുത്തേക്കുന്നത്. അതൊരു ചെറിയ ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡിസൈനൊന്നുമില്ല, ചെറിയൊരു ഡിസൈനില്ലേ. അത് നമുക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മണൽ മേടിക്കണം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ ഗ്ലാസ്സിനാണ്. ഉണ്ടോ, ഗ്ലാസ്സാണ് ഇതിൻ്റെ ചുറ്റും ചില്ല്. അതിനുള്ള ഇതുണ്ടോയെന്ന് നോക്കട്ടെ. ഐറ്റംസ് നമ്മുടെ വീട്ടിൽ നോക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ അതെടുക്കാൻ പോകണം. ഉണ്ട്, ശവരൊക്കെ ഉണ്ട്. ഫുഡും എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ കഴിക്കാൻ. അതൊന്നും ഇല്ലല്ലോ ഗൈസ്. മണൽ ആദ്യം കുറച്ചെടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ കല്ല് കുറച്ചിനകത്തുണ്ട്, എടുത്ത് ചെയ്യാം. കല്ലൊന്നും ഇതാക്കി വെച്ചേക്കാം. കുബിൾ സ്റ്റോൺ ഇവിടെ ചിലപ്പോൾ ആവശ്യം വരും. ഇതാക്കി വെച്ചേക്കാം. ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതാക്കാൻ പറ്റില്ല. എന്തായാലും നമ്മൾ പുറത്ത് പോയി നോക്കട്ടെ. പുറത്ത് ഏതെങ്കിലും ഫാർമസിൽ ഫുഡ് ഇപ്പം എന്തെങ്കിലും എടുക്കട്ടെ. ഫുഡ് ഇവിടെ ഗോൾഡൻ ഇതെല്ലാം ഉണ്ട്, പക്ഷെ നമുക്കൊന്നും തിന്നാൻ പറ്റില്ല മാത്രമേ ഉള്ളൂ. എവിടെ? അവിടെ തന്നെ ഉണ്ട്. ഫുഡായിട്ട് സോംബിൻ്റെ ഇറച്ചി മാത്രമേ ഉള്ളൂ. എനിക്ക് ഇപ്പോൾ നമുക്ക് ഓടാൻ പാടുന്നത് ഫുൾ ഇത് മാത്രം, സോംബിൻ്റെ. അത് കുറച്ച് ഇൻഫെക്ഷൻ അടിക്കെങ്കിലും സീനില്ല. ഗ്യാസ് 41 തികയില്ല ഗ്യാസ്. കുറച്ച് വുഡ് വേണം. വുഡ് 4 ഉണ്ട്. 41 ഒരു എവിടെ എത്തില്ല എൻ്റെ വീടിൻ്റെ. ഇതിനകത്തൊന്നുമില്ല. കുറച്ച് വുഡ് എടുക്കണം. കുറച്ച് വുഡും എടുക്കണം, കുറച്ച് മണലും എടുക്കണം. എന്തായാലും വുഡും മണലും ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ട് കാണിക്കാം. നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് മണലും കിട്ടും, നമുക്ക് ആവശ്യമുള്ള വുഡും കിട്ടും തോന്നുന്നു. ആദ്യം മണലെടുത്ത സ്ഥലം ഇതാണ്. നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇവിടെ വുഡുണ്ട്, മണലുണ്ട്, നോക്കണം. വുഡ് ആവശ്യത്തിനുണ്ട്. ഒരു മണലും കൂടി കിട്ടിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കേസ് ഇവിടെ മണലുണ്ട്. എനിക്കിങ്ങനെ സാധാരണ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ സ്റ്റാൻഡായി നിൽക്കണം. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് വേഗം കിട്ടും.
കുറച്ചധികം പൊട്ടിച്ചിട്ട് ഞാൻ വീട്ടിലെത്തി ഒരുക്കാൻ വെച്ച് കാണിച്ചു തരാം. അത്യാവശ്യം നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതിനകത്തേക്ക് നമ്മുടെ കിട്ടിയ മണലങ്ങ് വെക്കുകയാണ്. മണലം വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും ഒന്ന് പ്ലാങ്ക് ആക്കട്ടെ. പ്ലാങ്ക് ആക്കട്ടെ. ഇനി നമ്മൾ ഒരു സ്റ്റാക്കിന് ഒരു സ്റ്റാക്കും 16 കിട്ടിയിട്ടുണ്ട്. 16 നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാനിടാം. ഒരു സ്റ്റാക്ക് ഇപ്പോൾ ഇതിനകത്തേക്ക് ഇടാം. ഇതിനകത്തേക്ക് നമ്മുടെ ഫുഡ് 3 അല്ലേ, ഇതിൻ്റെ പകുതി ഇതിനകത്തേക്ക് ഇടാം. ഇതിനകത്തേക്ക് നമുക്ക് ഈ ഫുഡ് ഇടാം. ഫുഡ് പോകും. ഓക്കെ ആയിട്ടുണ്ട് നമ്മളെ. ഇനി നമ്മളവിടെ ബിൽഡ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഫുഡും ആവും, നമുക്കുള്ള ചില്ലും ആവും. എനിക്ക് തോന്നുന്നു സൈഡിൽ ഞാൻ ഇതാ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതില്ല. നമ്മളുടെ ഒരു സ്റ്റാക്കേ ഉള്ളൂ. എന്തോ എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ചെസ്റ്റിലേക്ക് എടുത്ത് വെച്ചപ്പോൾ എന്തോ പറ്റിയിട്ടുണ്ട്. നമ്മളെന്തായാലും എല്ലാ സാധനങ്ങളും എനിക്ക് കാണുന്നില്ല ഇൻവെൻട്രിയിൽ. നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വ്യൂ പോയിൻ്റ്, ചെറിയൊരു വ്യൂ പോയിൻ്റ് സെറ്റ് ചെയ്തുള്ള ഇതാണ്. ഇതിലുള്ളൊരു ചെറിയൊരു വ്യൂ പോയിൻ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് മേലോട്ട് അങ്ങ് യോജിപ്പിക്കും, ഇങ്ങനെ സെറ്റ് ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കും, ഒന്ന് ചാടിയിട്ട് നോക്കും. ഓക്കെ, ചാടിയിട്ട് അങ്ങ് കൊടുക്കും. എന്നിട്ട് ഇങ്ങോട്ടങ്ങ് എടുക്കാം. നോക്കണ്ട, ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് മാർക്ക് കൊടുത്ത് ഉണ്ടോ, ഇങ്ങനെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. എങ്ങനെയുണ്ട്? കിടുവല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇവിടുന്ന് അതിൻ്റെ പ്ലാങ്ക് എൻ്റെ അടുത്ത് 53 പ്ലാങ്കിൻ്റെ ആവശ്യമുണ്ട്. നമ്മളിവിടെ മാറി പ്ലാങ്ക് ആയിട്ട് നോക്കണ്ടേ. മാക്സ് എടുക്കട്ടെ, മാക്സ് എടുത്ത് പൊട്ടിച്ചോട്ടെ. ഇനി ഇവിടെ പ്ലാങ്ക്. പക്ഷെ ഇതെന്തിനാണ് പ്രൈസായി? ഇവിടെ ഇങ്ങനെ പ്ലേസ് ആവണ്ട. ഇതെന്താ മഴ ചോരുന്ന സ്ഥലം? നമ്മൾ മേളിൽ കയറി റെഡിയാക്കും. മേളിൽ നോക്കുമ്പോൾ കറക്റ്റായി റെഡിയാവും. ഉണ്ടോ? കയറി നോക്കട്ടെ. കുറച്ച് ഗ്യാപ്പുണ്ട്, അത് വിഷയമില്ല. നമ്മൾ ഇങ്ങനെയും കൂടി അങ്ങ് വെക്കാം. അതിൻ്റെ ഒരു ഡിസൈനിൽ അതായിരുന്നു അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അതിൻ്റെ ആ ഭംഗിയൊന്ന് എക്സ്പോസ് ആവാൻ. അത് എയറിൽ നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇത് എയറിലായിരിക്കും നിൽക്കുന്നതല്ലേ? കുഴപ്പമില്ല, അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും. അതിൻ്റേതായ ഒരു ഭംഗി അതിനുണ്ടാവും. ഇങ്ങനെ ചുറ്റിനും കൊടുക്കേണ്ടതാണിത്. തികയുമെന്നറിയില്ല. എന്തായാലും ഇത് ചുറ്റിനും കൊടുത്തിട്ട് കാണിച്ചു തരാം. നമ്മളെന്തായാലും അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോയി അതിൻ്റെ വ്യൂ നോക്കും, ഇത് രസമുണ്ടോയെന്ന്. അന്നുണ്ടാക്കി അത്ര ഫിനിഷിങ് വരുന്നില്ല, എന്താണെന്നറിയില്ല. ഇവിടെ എന്തൊരു തകരാറുമില്ല. ഇവിടെ ഇനി ഒന്നുകൂടി വെക്കാൻ പറ്റും. ഒന്നുകൂടി വെക്കാം. ആ ഓട്ടം മറയ്ക്കാൻ വേണമെങ്കിൽ ഒന്നുകൂടി സെറ്റ് ചെയ്യാം. അത് എയർ നിൽക്കുന്നല്ല, കാണാൻ രസമില്ല. നമ്മൾ വീട് എയർ നിൽക്കുന്ന രസമില്ല, ഇത് എയർ നിൽക്കുന്നില്ല, രസം തോന്നില്ലേ? വെച്ചോക്കട്ടെ. സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ ഉണ്ട്. ഇനിയുടെ സീനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും പുറത്ത് പോയി ഇതിൻ്റെ റിവ്യൂ നോക്കട്ടെ, ഇതിൻ്റെ ഭംഗി നോക്കട്ടെ. കഴിഞ്ഞില്ലേ? സൗണ്ട് ഓ, എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഡ്രാഗൻ്റെ ഒരു വൈബ്.
ഇതും പൊട്ടിച്ചളയണോ? അല്ല വേണ്ട, അതവിടെ നോട്ടെ. അടിയത്ത് ആ കട്ട മാറ്റിയിട്ട് അടിയത്ത് ആ വട്ട ഷേപ്പ് ആക്കുകയാണെങ്കിൽ ഇടുക്കും. അതെടുക്കും. ആ തറയും കൂടി അങ്ങ് മാറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും അതൊന്ന് വട്ടമാക്കിയിട്ട് വരാൻ നോക്കട്ടെ. ഇവിടെ ഈ സാധനം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് വട്ടാക്കി മാറ്റാൻ പറ്റും. കണ്ടോ എത്ര വേണ്ട വരും? ഉദാഹരണം ചുറ്റിനും വെക്കുമ്പോൾ 2 സ്റ്റാക്ക് വേണ്ട വരും. അപ്പം നമ്മളിത് ഫുൾ അതാക്കാൻ പോണ റിസ്ക് എടുത്താക്കാൻ പോകണം. നമുക്ക് അതൊരു 20 വെച്ചേക്കാം. ഓക്കെ, ഇതൊരു 20 വെച്ചിട്ടുണ്ട്. ബാക്കി ഫുള്ളത് ഉണ്ടാക്കിയിട്ട് അപ്പോഴത്തേനും നമ്മുടെ ഇതുമായിട്ടുണ്ടാവും, ഫുഡുമായിട്ടുണ്ടാവും, നമുക്ക് ആവശ്യമുള്ള ചില്ലുമായിട്ടുണ്ടാവും. ചിലപ്പോൾ അതിലും സ്റ്റാക്കിനുള്ള ആവശ്യം വരുമായിരിക്കും. അതെന്തായാലും അവിടെ നിന്നാവട്ടെ. നമ്മൾ കട്ട ചില്ലാണ് വെക്കുന്നത്, അല്ലാണ്ട് പൊളിച്ചത് ചെറുതാക്കിയിട്ട് വെക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ സാധനം ഫുള്ള് പൊളിച്ച് വന്നിട്ട് ഇവിടെ ഫുള്ള് ആ വട്ടാക്കാൻ. ഉള്ളിൽ അതൊന്നും പൊളിച്ചോളൂ, ഇനി എൻ്റെ ചുറ്റുപാട് മാത്രം. എന്താ ഇവിടെ അത് മാറ്റിയിട്ട് ഇതാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒന്ന് നോക്കി നോക്കട്ടെ. തൊഴിലാ അത് കിടക്കും കഴിച്ചു. ഇത് കിടക്കും മറ്റേനെക്കാട്ട് രസമുണ്ട്. ഇവിടെ ഇത് തന്നെ മറ്റേനെക്കാട്ടും രസമുണ്ട്. നമ്മളിവിടെ ഇത് തന്നെ സെറ്റ് ചെയ്യാൻ വേണം. എന്തായാലും ഞാൻ ഇതുകൂടി സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. കൈസ് കറക്റ്റ് നമ്മളെടുത്ത് കണ്ട, ഒന്നുകൂടി ബാക്കി വന്നില്ല. കണ്ട കൈസ്, നമ്മളതും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ചുറ്റുപാടും അങ്ങ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ചില്ല് വെക്കുന്ന വേറൊരു കാര്യം കൂടി അവിടെ ചെയ്യാനുണ്ട്. ഒരു കാര്യം പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതിന് വേണ്ടി കുറച്ച് സാധനം ഉണ്ടാകുന്നുണ്ടായിരുന്നു. അടുത്ത് ഇത് 64 ഉണ്ട്. അതിൻ്റെ ചുറ്റിനുള്ള അങ്ങ് പൊട്ടിച്ച് വന്നപ്പോൾ നമുക്കത് 64 കിട്ടി. ചെയ്യട്ടെ, വേറെന്തോ അവിടെ ഡെക്കറേഷൻ ചെയ്യാൻ തോന്നുന്നു. എന്നിപ്പോൾ നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഏതാല്ലേ അതിലേക്ക് 10 എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായി. ഓക്കെ, ഇത്ര ഇരിക്കട്ടെ. സ്റ്റെപ്പിൻ്റെ ഡെക്ക് ഇവിടെ വേണം. ഇത്ര ഇങ്ങോട്ടായി ബോറായിപ്പോട്ടെ. ഓഫ്, ഇത് എനിക്കിഷ്ടപ്പെട്ടു. കല്ലിൻ്റെ ആവശ്യമില്ല അവിടെ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വേണ്ട, അല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഡെക്കറേഷൻ അങ്ങ് തുടങ്ങണം. ചില്ലങ്ങ് വെച്ച് തുടങ്ങണം. ഒരു കിടക്കാച്ചി വീടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അന്ന് ഉണ്ടാക്കിയപ്പോൾ 2 മണിക്കൂറൊക്കെ വന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ റിസോഴ്സ് എല്ലാം എടുക്കാൻ കുറേ പണി പിടിച്ച്, കുറേ സമയം എടുത്തിട്ടാണ് ഇതിൻ്റെ റിസോഴ്സൊക്കെ കിട്ടി. കല്ലുരുക്കാനും കുറേ കണക്ക് നിന്നിട്ട് നമ്മൾ എടുത്താക്കിയാണ്. കല്ലുരുക്കാൻ വെച്ചിട്ട് എത്ര നേരം എടുത്തെന്ന് പറയാം. എല്ലാത്തിലും ഓരോ സ്റ്റാക്ക് കണക്കിനാക്കണ്ടേ. 10 സ്റ്റാക്കിന് 10 ഇതുണ്ടാക്കിയോണ്ട് തന്നെ വലിയ സീനില്ല. എന്നാലും അത് ആകുന്നവരെ. എന്നിട്ട് നമ്മൾ വീണ്ടും ചില്ലാക്കാൻ പറഞ്ഞു. ചില്ലാക്കിയിട്ട് വീണ്ടും അതിനും കുറേ നേരം നിന്ന് ഇതേപോലെ. അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ റൂഫ് സെറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ. റൂഫ് ഇത് വെച്ച് സെറ്റ് ചെയ്താലോ എന്നുണ്ട്. റൂഫ് എങ്ങനെ സെറ്റ് ചെയ്യും? ഇതിലിങ്ങനെ സെറ്റ് ചെയ്യണം തോന്നുന്നു. ഇതിലിങ്ങനെ സെറ്റ് ചെയ്യണം. അതായിരിക്കും അതിൻ്റെ ആയിട്ടുള്ളൊരു ബ്യൂട്ടി. അത് ഇതിലേ ഇങ്ങനെ സെറ്റ് ചെയ്യണം. അത് ഇതിലേ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യണം. എനിക്കൊന്ന് ഈ രണ്ടാമതാക്കിയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് വെക്കുന്നതിന് മുമ്പ് റൂഫ് സെറ്റ് ചെയ്യണം. ആ റൂഫ്
നമ്മൾ ഒരു സ്റ്റാക്കും ഒരു വെണ്ണം കൂടി എടുത്തിട്ടുണ്ട് അവിടെ സെറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ കുറച്ച് മടിയുണ്ട്. മേളത്ത് അങ്ങ് ചെറുങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഇറങ്ങിയത്. വെള്ളത്തിലേക്ക് അങ്ങ് ചാടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ബെറ്റർ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഓരോ കട്ടയിലേക്ക് നീക്കി കൊടുത്ത് കറക്റ്റ് നീക്കി കൊടുത്തിൽ മണി പാറ്റം വെള്ളത്തിൽ കിട്ടും. ഇതെന്തായാലും ഞാൻ ഈ റൂഫും കൂടി ഇത് കിട്ടും മണി എന്തായാലും റൂഫും കൂടി സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളെന്തായാലും റൂഫ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തീർന്നുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ പോകണം. പിന്നെ നമ്മൾ ഡെക്കറേഷനുള്ള വാതിലും ലാൻഡേണും എല്ലാം എടുത്തിട്ട് വരാൻ പോവാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല, എന്തായിരുന്നു എടുക്കാവുന്നത്. ഓക്കെ, നമുക്കൊരു അയ്യോ ഇതല്ല മാറിപ്പോയി. എവിടെ റൂഫ് 24 മതിയോ? ഡെക്കറേഷനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് എല്ലാം എന്ന് പറയാനുള്ളൊന്നുമില്ല, ലാൻഡേൺ മാത്രമേ. ലാൻഡേൺ ഒരു 4 എണ്ണം, ഡോർ അത്രേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ ഡോറും ലാൻഡേണും വെക്കുന്നില്ല. ഇത് നിങ്ങൾ കണ്ടോ, ഒരു ആർമർ ഏതോ സോംബി ചത്താന്ന് തോന്നുന്നു. ഓ ഫുൾ ഹെൽത്തോ ഗൈസ്, സത്യമാണ് സ്ക്രിപ്റ്റഡ് അല്ല ഗൈസ്. ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയതല്ല, ഞാൻ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. അതെങ്ങനെ വല്ല മേജിഷ്യൻ ഉണ്ടായിരുന്നു? വല്ല സോംബിയും തീ പിടിച്ചെത്തപ്പോൾ ഇതിന് ഡാമേജ് അടിച്ചിട്ടുണ്ടാവില്ല, അത് തന്നെ ആയിരിക്കും. അല്ലെ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നില്ലേ? എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഫ്രീ ആയിട്ട് ഒരു ആർമർ കിട്ടി. ആർമർ മറ്റേ ലെതറിൻ്റെ സാധനമല്ലേ, വലിയ യൂസൊന്നുമില്ല, ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, വലിയ കളർ ഇതൊന്നുമില്ല. ലാൻഡാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വന്നത്. എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ്. വാവ്, രസമില്ല. വ്യൂ കാണുന്ന സ്ഥലത്ത് ഇറങ്ങി ലാൻഡേനും ഫിറ്റ് ചെയ്യും. അതിനായിട്ടുള്ള കോമൺ സെൻസ് വേണ്ട. അവിടെ ആയിട്ടാണ് ലാൻഡേൻ ഫിറ്റ് ചെയ്യുക. പിന്നെ ലാൻഡേൻ ഫിറ്റ് ചെയ്യുന്ന സ്ഥലം ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്. ആഹാ, ഏതാലേ താഴത്തെ പിന്നെ വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. താഴത്തെ ഇത് വലിയ ഡെക്കറേഷൻ ചെയ്യുന്നില്ല. പിന്നെ ഈ വീട് ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ട്, അതും അടുത്ത് തന്നെ വരും. ഈ വീട് നിങ്ങൾ എങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്യേണ്ടതെന്ന്, ഈ വീടിൻ്റെ എവിടെയൊക്കെയാണ് ഡെക്കറേഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്യേണ്ടതെന്നെല്ലാം കമൻറ്റ് ഇടുകയാണെങ്കിൽ. ഇത് ജസ്റ്റ് ഇപ്പം ഉണ്ടാക്കി ഒന്ന് സീനാക്കി വെച്ചിട്ടുള്ളൂ. ഇത് ഡെക്കറേഷൻ ചെയ്യാനുണ്ട്, അതാണ് വലിയ പണി. നമ്മുടെ വീട് എങ്ങനെ ഉണ്ടായിരുന്നു, ആ റോസ് വീട് അതെങ്ങനെ ആക്കി അതേപോലെ ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. അങ്ങനെ എങ്ങനെ ഡെക്കറേഷൻ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതേപോലെ സെറ്റ് ചെയ്യും. കമൻ്റ് ഇട്, അതേപോലെ സെറ്റ് ചെയ്യാം. ഒരു 3 ഗ്ലാസും കൂടി വേണം, 3 ചില്ലും കൂടി വേണം. പിന്നെ വാതിൽ ഞാൻ ഈ കളറിന് ചേരുന്നത് വുഡിൻ്റെ ഒന്നും വെച്ചിട്ടില്ല. നോക്കുമ്പോൾ നമുക്ക് വാതിലൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് ഓർത്ത കോപ്പർ വെച്ചൊക്കെ വാതിലുണ്ടാക്കുന്നത്. ആ വാതിലിൻ്റെയും കൂടി ആ ഒരു ലുക്കൊന്ന് വന്നിട്ട് വേറെ ലെവലായിരുന്നു. ഇതൊരു ട്രാപ്പാണ്, ഉള്ളിൽ കയറി പുറത്തിറങ്ങാൻ പറ്റില്ല, അറിയാണ്ട് ആട് കയറി കണ്ട. അതൊരു വേറെ ആ ഡോറും കൂടി വന്നപ്പോൾ ഒരിച്ചിരിയും കൂടി 2-3 ഇത് വന്നു മതി. എല്ലാം ഇരിക്കട്ടെ, എടുക്കുമ്പോൾ എല്ലാം കൂടി കയ്യിലേക്ക് കയറുമല്ലോ. നോക്കുക അതിൻ്റെ ഒരു ലുക്ക് നോക്കുക, വീടിൻ്റെ ഓവറൗണ്ട് ലുക്ക്. നിങ്ങളിനി എത്ര റേറ്റിംഗ് കൊടുക്കുന്നു, 10ൽ എത്ര കൊടുക്കുന്നു റേറ്റിംഗ് ഈ വീടിന്?
പിന്നെ ഡെക്കറേഷൻ വരുന്നതാണ്, പിന്നെ കുറച്ചും കൂടി ഡെക്കറേഷൻ ഉണ്ട് ഈ വീഡിയോ തന്നെ. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഞാൻ അടിയിൽ നിന്ന് ഓടി കയറി വന്നപ്പോൾ അവിടെ ഒരു ഡെക്കറേഷനുള്ള സ്പേസ് ഞാൻ കണ്ടു. ഒരു സ്ഥലത്ത് ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഇത് വെക്കുന്ന വെറുതെ ഞാൻ മേളിട്ട് കയറാൻ പറ്റില്ല. ഇവിടെ ഉള്ളിലേ ഇത്ര ഡെക്കറേഷനുള്ളൂ, പുറത്തൊരു കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. നമുക്കതിന് ഈ കല്ല് വേണം. കല്ല് നമ്മുടെ അടുത്ത് കുറച്ചുണ്ട്. അതിലുള്ളത് വെച്ച് ഒരു സാധനം ഉണ്ടാക്കി തരാം. നമ്മൾ കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ടായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോക്കെ. ഇവിടെ ഫ്ലാറ്റ് ആയിട്ടല്ലേ ഇരുന്ന ഇങ്ങനെ വീഴുന്നത്, നേരെ വീഴാൻ പറ്റില്ല. ഓ കറക്റ്റ് ആക്ഷൻ പൊട്ടും. അല്ല പിക്കാക്സ്, ഇടയ്ക്ക് പിക്കാക്സിന് ആക്ഷൻ വന്നു. അതിൻ്റെ ഡിസൈനങ്ങ് മാറും. വീടിൻ്റെ ചുറ്റിനൊന്നും വെക്കൂല, ചുറ്റിന് വെക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് വെക്കുന്നില്ല, പുറക്കിലേക്ക്. എന്നുവെച്ചാൽ അവിടെ സ്പേസ് ഇല്ലാത്തതാണ് ഇതിൻ്റെ പുറക്കിലേക്ക്. ഇത്രേ ഉള്ളൂ. ഇനി അപ്പുറത്തെ സൈഡും കൂടി വെക്കും. എന്താ അപ്പുറത്തും കൂടി വെക്കും. ഇതിങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് പോകും. ഇതെന്താ ഇവിടെ മാത്രം ഇങ്ങനെ ഒന്ന്? ഇതിപ്പോൾ കൈ കൊണ്ട് പൊട്ടിക്കേണ്ടി വരില്ല. ഇതെന്താ? ഞാൻ എന്തായാലും ഒരു പിക്കാക്സ് എടുത്തിട്ട് വന്നു. പിക്കാക്സ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ആണെങ്കിൽ ഇവിടെ ഒന്നിലൊരു പിക്കാക്സ് കൂടിയില്ല. അതുകൊണ്ട് നമ്മളൊരു പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കി. കല്ലിൻ്റെ ഒരു പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കി. ഇപ്പോൾ വലിയ അർജൻറ്റൊന്നുമില്ല. ഡയമണ്ട്, പക്ഷേ ഡയമണ്ട് അല്ല, അയണിൻ്റെ. ഇപ്പം അയണിൻ്റെ അങ്ങ് പൊട്ടിപ്പോയി. അയണിൻ്റെ തന്നെ എടുത്ത് കല്ലിൻ്റെ അടുത്താലും മതിയായിരുന്നു. അയൺ നമുക്ക് നമ്മുടെ വില്ലേജിൽ പോയാൽ ഇഷ്ടമായി കിട്ടും. പിന്നെ അയൺ ഫാം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ അറിയാം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യണം. വേണ്ട, ഇപ്പം എന്തായാലും നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. അടുത്ത വീഡിയോയിൽ എന്തായാലും വീട് നല്ല രീതിക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോ വരുന്നതാണ്. ഇതെന്തായാലും നമ്മൾ രസമുണ്ട് നോക്കട്ടെ. എന്താ അങ്ങനെയാണ് താഴോട്ട് നോക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ രീതിയിൽ വരും. നമ്മൾ വെക്കണമല്ലോ ഇരുന്നാലും അങ്ങനെ തന്നെ നിന്നാലും. ഓക്കെ, ആ രസമുണ്ട് നോക്കട്ടെ. അല്ലേ സീലായിസ് ലുക്കുണ്ട്. അപ്പോൾ അത് രണ്ടും ഇന്നത്തെ ചെറിയൊരു ഡെക്കറേഷൻ. പിന്നെ അടുത്തതിൽ നല്ല രീതിക്ക് ഡെക്കറേഷൻ വരുന്നതാണ്. എന്തായാലും എന്തൊക്കെ ഡെക്കറേഷൻ ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ഓൾറൗണ്ട് ലുക്ക് എന്തായാലും ഒന്ന് കാണിച്ചു തരാം. സൈഡ് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ഏതാല്ലേ സൈഡ് നോക്കുന്നുണ്ട്. ബാക്ക് നോക്കുമ്പോൾ പിന്നെ ഒരു വെട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. മുമ്പ് നോക്കും അവിടെ. മുമ്പ് നോക്കുമ്പോൾ ഏതാ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഡെക്കറേഷൻ കൂടി അവിടെ നിന്ന് ഇങ്ങനെ ഡെക്കറേഷൻ കൂടി ചെയ്തു വരുമ്പോൾ നമ്മുടെ ഈ വീട് എങ്ങനെ ഉണ്ടായിരുന്നേ? സാധാ വീട് പോലെ ചില്ലും വെച്ച് പൂവും വെച്ച് ആക്കിയപ്പോൾ എങ്ങനെ ഉണ്ട് അതേപോലെ ആ വീടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്ത് ആകെ കിടക്കും. ആ സീനായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു നല്ല കിടക്കാച്ചി വീടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങളെല്ലാവരും ചാനൽ കയറി ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ഓണാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഞാനിടുന്ന വീഡിയോസ് വരുന്നതാണ്. നിങ്ങളെന്തായാലും പോയിട്ട് വാ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.